നമുക്കറിയാം 2002-2010 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് അപ്രാപ്യമായിരുന്ന ഒരു കാര്യമായിരുന്നു. വളരെ ചിലവേറിയ ഒരു കാര്യമായിരുന്നു. ടി വിയിലൂടെയും റേഡിയോയിലൂടെയും പേപ്പറിലൂടെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അതിലൂടെ നമുക്ക് കോളുകൾ വരും, അല്ലെങ്കിൽ സമയമെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കോളുകളും ലീഡും ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്നതിലൂടെ ആയിരുന്നു നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെ ആയിരുന്നു നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. വളരെ സ്ലോ പ്രോസസ്സായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയായിരുന്നു. അതിനുശേഷമാണ് ഒരു 2010 കൂടിയാണ് വിവിധ സോഷ്യൽ മീഡിയകൾ, യൂട്യൂബും ഫേസ്ബുക്ക് അടക്കമുള്ള ഈ ഒരു നിലവിൽ വരികയും അതിലൂടെ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് രീതിയിലേക്ക് മാറുകയുണ്ടായി. എന്നാൽ 2024 ലാസ്റ്റോടു കൂടി നമുക്ക് ഇപ്പോൾ ഏകദേശം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അഥവാ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതിൽ തന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഉണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ വിവിധ രീതികളിലുള്ള മാർക്കറ്റിംഗ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് രീതിയെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള ഫോളോവേഴ്സ്, ഓർഗാനിക്കായിട്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു ഓർഗാനിക്കായിട്ടുള്ള രീതിയിലുപരി നമുക്ക് പെയ്ഡായിട്ട് കൊണ്ടും നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാവുന്ന ഒരു രീതിയുണ്ട്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, അതേപോലെ തന്നെ ലിങ്ക്ഡിൻ അടക്കമുള്ള വിവിധ സോഷ്യൽ മീഡിയകൾ. ഈ സോഷ്യൽ മീഡിയകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഓർഗാനിക്കായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് രീതിയുണ്ട്, പെയ്ഡായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് രീതിയുണ്ട്. അതിൽ നമുക്ക് രണ്ട് രീതിയും സ്വീകരിക്കാം. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓർഗാനിക്കായിട്ടാണ് വളരണമെങ്കിൽ ഓർഗാനിക്കായിട്ട് സ്ലോ പ്രോസസ്സിലൂടെ നമുക്ക് വളരാം. അതുമല്ലെങ്കിൽ നമുക്ക് പെയ്ഡായിട്ട് അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്തിട്ട് നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് ആവുന്നതാണ്. ഇത്തരത്തിൽ വിവിധ സോഷ്യൽ മീഡിയകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സോഷ്യൽ മീഡിയകളാണ് മെറ്റയുടെ കീഴിൽ വരുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. അതിലൂടെയാണ് ROI കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്, അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നോ അതിന് അനുസൃതമായിട്ടുള്ള നല്ലൊരു ശതമാനം, ഏകദേശം 29% അതിൻ്റെ നമുക്ക് ROI അതിൽ കിട്ടുന്നത്. ഇത്തരത്തിൽ ROI കൂടുതലുള്ള 2 സോഷ്യൽ മീഡിയകളാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലുടനീളം പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട്, ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. അഥവാ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ അങ്ങനെ ഫേസ്ബുക്ക് പേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ 3 കാര്യങ്ങളും നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിലായിരിക്കും നമ്മൾ ഫേസ്ബുക്കിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അഥവാ ഈ 2 പേജുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഒരു FB ആഡ് അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യും. ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടിൻ്റെ കൂടെ നമുക്ക് വേണ്ട മറ്റു കുറച്ച് സ്കില്ലുകളാണ് നമ്മൾ ഈ വരുന്ന ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മൾ ഇത്തരത്തിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് ഓർഗാനിക്കായിട്ട് എങ്ങനെ വളരാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്.